ഹായ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഇതുപോലെയുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ജാതി വ്യവസ്ഥയുടെ ഭാഗമായി അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടന്ന ശക്തമായ സമരമാണിത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹൈന്ദവർക്കും, പ്രത്യേകിച്ചും അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന വിഭാഗക്കാർക്ക് പ്രവേശനം അനുവദിക്കുക എന്നതായിരുന്നു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ഔപചാരികമായി ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളിൽ ചിലർ താഴെ പറയുന്നവരാണ്. 1. കെ. കേളപ്പൻ. സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. നിരാഹാരമടക്കമുള്ള സമരമാർഗങ്ങളിലൂടെ കെ. കേളപ്പൻ സത്യാഗ്രഹത്തിന് ശക്തി പകർന്നു. രണ്ടാമത്തതാണ് എ. കെ. ഗോപാലൻ അഥവാ AKG. സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ചു. കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനടയായി ഒരു സംഘം വളണ്ടിയർമാരുമായി നടത്തിയ ജാഥ വലിയ ശ്രദ്ധ നേടി. മൂന്നാമത്തേത് പി. കൃഷ്ണപിള്ള. സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ മണിയടിച്ച് പ്രതിഷേധിക്കുകയും മർദ്ദനമേൽക്കുകയും ചെയ്തത് ചരിത്രത്തിലെ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. നാലാമത്തേത് മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ അഥവാ NSS സ്ഥാപകനായ ഇദ്ദേഹം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി. അഞ്ചാമത്തേത് സുബ്രഹ്മണ്യം തിരുമുമ്പ്. സത്യാഗ്രഹത്തിൻ്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു. അവസാനത്തേത് മഹാത്മാഗാന്ധി. സത്യാഗ്രഹത്തിന് ദേശീയ തലത്തിൽ പിന്തുണ നൽകുകയും കെ. കേളപ്പൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ ഇടപെടുകയും ചെയ്തു. പ്രധാന സംഭവങ്ങൾ. AKGയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനടയായി നടന്ന ജാഥ വഴിനീളെ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ക്ഷേത്ര ഭാരവാഹികളും യാഥാസ്ഥിതികരും സമരക്കാർക്കെതിരെ പലവിധ തടസ്സങ്ങളും മർദ്ദനങ്ങളും നടത്തി. A. K. ഗോപാലനും പി. കൃഷ്ണപിള്ളയും ക്രൂരമായ മർദ്ദനത്തിനിരയായി. സമരം ശക്തമായപ്പോൾ ക്ഷേത്രം 27 ദിവസത്തോളം അടച്ചിട്ടു. ക്ഷേത്രപ്രവേശനം സാധ്യമാകുന്നതുവരെ നിരാഹാരമനുഷ്ഠിക്കാൻ കെ. കേളപ്പൻ തീരുമാനിച്ചത് സത്യാഗ്രഹത്തിന് ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്തു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം ഒരു വലിയ വിജയമായി കണക്കാക്കപ്പെടുന്നു. ഈ സത്യാഗ്രഹം നേരിട്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ചില്ലെങ്കിലും അതിൻ്റെ അലയൊലികൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉണർവ് നൽകി. 1936 ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മ പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഗുരുവായൂർ സത്യാഗ്രഹം വലിയൊരു പ്രചോദനമായി. ജാതി വ്യവസ്ഥയ്ക്കും അയിത്തത്തിനും എതിരായ പോരാട്ടങ്ങൾക്ക് ഈ സമരം കരുത്ത് പകരുകയും ചെയ്തു. ഒടുവിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശനം സാധ്യമാകുന്നതിൽ ഈ സത്യാഗ്രഹം ഒരു നിർണായക പങ്ക് വഹിച്ചു.